ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കിലി അനാലിസിസ് ചെയ്യുന്നത് ആതിരപ്പള്ളിയിൽ നിന്നാണ്. കാരണം നമ്മളുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ആദ്യകാലം മുതലേ നമ്മുടെ കൂടെ നടന്നിരുന്ന അത് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ അഫ്സലിക്കായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അഫ്സലിക്ക നാട്ടിൽ വന്നപ്പോൾ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ആദ്യകാലം മുതലെയുള്ള ചിലരുമായിട്ടെന്ന ഒരു മീറ്റപ്പ് ഇവിടെ ആതിരപ്പള്ളിയിൽ നടത്താമെന്ന് എല്ലാവരോടും സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് പെട്ടതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വൈബ് എല്ലാം കൊണ്ടും കൊള്ളാം. പിന്നെ പല കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെയുള്ള അവസ്ഥകളെപ്പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർക്കുള്ള അറിവുകൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ സംസാരിക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇവിടെ ആതിരപ്പള്ളിയിൽ ഫ്ലോറാമിസ്റ്റ് വന്ന് നല്ലൊരു വ്യൂ ആണ്. അത് നല്ല എന്താണ് ആതിരപ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്ത് നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതും ജീവിതത്തിലെ ഒരു അസുലഭ സന്ദർഭം എന്ന് പറയാനേ പറ്റൂ, അല്ലേ? ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊന്നും അല്ലേ. അപ്പം ഇങ്ങനൊരു മീറ്റപ്പ് ഇവിടെ വെച്ച് ഇങ്ങനെ നടത്താനും ഇവരുമായിട്ടൊക്കെ സൗഹൃദം പങ്കിടാനും നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും അങ്ങനെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ അറിവുകളും ഒക്കെ പങ്കുവെക്കുന്നത് അതൊക്കെ നമ്മൾ ട്രേഡിംഗ് ലൈഫിൽ ദോഷമൊന്നും വരത്തില്ല, ഗുണം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കണ്ടുമുട്ടാൻ ഒരവസരം ഉണ്ടാക്കിയത്. എന്തായാലും നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വളരെയധികം ഡ്രാസ്റ്റിക്കായിട്ട് ഡൗ ജോൺസും നാസ്ഡാക്കും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ തകർന്ന് തരിപ്പണം ആയി എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? എങ്കിൽ തന്നെയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോഴി കൂവാൻ ഇനിയും സമയമുണ്ട്, നേരം വെളുക്കാൻ ഇനി നമ്മുടെ മുന്നിൽ 2 രാത്രികളുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ശനിയാഴ്ച രാത്രികളാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ദിവസങ്ങളുമുണ്ട്. അപ്പോൾ ആ 2 ദിവസത്തിനകം എന്ത് വേണമെങ്കിലും ലോകത്ത് മാറി മറിയാം. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെ, ഈ വീഴ്ചയുടെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്നും ഇനി മാർക്കറ്റ് മുന്നോട്ട് എങ്ങനെയാണ് ഈ ആഴ്ച ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്നും ജസ്റ്റ് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് ചാർട്ടിലോട്ട് വരാം. അപ്പം ചാർട്ടിലോട്ട് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചാർട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ US മാർക്കറ്റ് എന്തുകൊണ്ട് ഫോളായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. US മാർക്കറ്റ് ഫോളോ ആകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, US മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, US മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഫോൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഏത് ഇൻഡെക്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫോള് അപ്രതീക്ഷിതമല്ല, പെട്ടെന്നൊരു ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം US മാർക്കറ്റിനെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായിട്ട് ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ജോബ് ഡേറ്റ വന്നപ്പം മെയ് മാസത്തിൽ ഏകദേശം അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം 85,000 ജോബ്സ് പുതുതായിട്ട് ആഡ് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിച്ചിരുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ ഡബിളിനേക്കാൾ കൂടുതൽ, ഏകദേശം 1,72,000 ജോബ്സ് മെയ് മാസത്തിൽ ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് അവരുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. ലേബർ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് എന്നാണ് ഈ നമ്പർ തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊരു നല്ല വാർത്തയല്ലേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് നല്ലതല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആണ്, എക്കണോമി സ്ട്രോങ് ആകുമ്പോൾ അവിടെ റേറ്റ് കട്ടിൻ്റെ ഒരു ആവശ്യകത ഉദിക്കുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ജെറോം പവലിന് ശേഷം പുതിയ ഒരാൾ വന്നു, വാഷ് എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ ട്രംപിൻ്റെ ആളാണ് അദ്ദേഹം. ട്രംപ് പറഞ്ഞിരുന്നു പുതിയ ആൾ വരുമ്പോൾ റേറ്റ് കട്ട് ചെയ്യും എന്ന് ഒരു വീരവാദം മുഴക്കിയിരുന്നു. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഈ ജോബ് ഡേറ്റ വന്നത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആയതും എന്ത് സൂചിപ്പിക്കുന്നത്, എക്കണോമി സ്ട്രോങ് ആണെന്നാണ്
സൂചിപ്പിക്കും. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഒരു റേറ്റ് കട്ടിൻ്റെ ആവശ്യകത എന്ത് ചെയ്യുന്നില്ല, ഉദിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഒരു റേറ്റ് കട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ട്രംപിൻ്റെ വർത്തമാനത്തിൽ നിന്ന് പുതിയ പിന്നെ ഫെഡ് ചെയർമാൻ വരുമ്പോഴും റേറ്റ് കട്ട് ചെയ്യുന്ന മാർക്കറ്റ് പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ അതിനെതിരായിട്ട് ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആയി, എക്കണോമി സ്ട്രോങ് ആയി, ഇത്രയും ജോബ് കൂടുതലായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ എക്കണോമി സ്ട്രോങ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഒരു റേറ്റ് കട്ടിൻ്റെ ആവശ്യകത ഇല്ല എന്ന് മാർക്കറ്റ് അനുമാനിക്കുന്നു. മനസ്സിലായി പറഞ്ഞു, മാർക്കറ്റ് അനുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പം റേറ്റ് കട്ട് ഇല്ല എന്ന് പറയുമ്പം എന്താണ്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് അവിടെ ഉടലെടുക്കും. അതാണ് US മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് US മാർക്കറ്റിൽ ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഉണ്ടായത്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അടുത്തത് നമ്മുടെ പിന്നെ RBIയുടെ കാര്യത്തിലോട്ട് വരാം. നമുക്ക് കഴിഞ്ഞ ദിവസം RBI മോണിറ്ററി പോളിസി വന്നിരുന്നു അല്ലേ. അപ്പോൾ RBI മോണിറ്ററി പോളിസി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഗവൺമെൻറ് ചില നയങ്ങൾ അല്ലെ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ പലിശയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കണമായിരുന്നു, ടാക്സ് കൊടുക്കണമായിരുന്നു. അത് ഒഴിവാക്കി കൊടുത്തു. ഓക്കെ, അത് ഒഴിവാക്കി കൊടുത്തു. അതുപോലെ തന്നെ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 12% പലിശ കൊടുക്കണമായിരുന്നു. അതും ഒഴിവാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പലിശ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് 20% ടാക്സ് കൊടുക്കണമായിരുന്നു. ഓക്കെ, ആ 20% ടാക്സും എന്ത് ചെയ്തു, ഒഴിവാക്കി കൊടുത്തു. അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് 20% ടാക്സ് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ ഒരു വർഷത്തിന് മേളിൽ ഹോൾഡ് ചെയ്യുന്ന ലിസ്റ്റഡ് സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന വരുമാനത്തിനും 12% ടാക്സ് കൊടുക്കണമായിരുന്നു ഫോറിനേഴ്സ്. ഓക്കെ, അത് എല്ലാം എടുത്തു കളഞ്ഞു. വെരി ക്ലിയർ ആയിട്ട് അത് എല്ലാം എടുത്തു കളഞ്ഞു. അത് ഒരു ഫോറിൻ ഫണ്ട് ഇൻഫ്ലോ വരാനൊരു കാരണമാകും എന്നാണ് RBI കരുതുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കാൻ പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഈ എക്സംഷൻ കൊടുത്തേക്കുന്നത് ഏപ്രിൽ 1 മുൻകാല പ്രാബല്യത്തോടെയാണ്. ഏപ്രിൽ 1 മുതൽ ഇത് ആക്ടിവേറ്റ് ആകുന്ന രീതിയിലാണ് ഈ കാര്യം. മുൻകാല പ്രാബല്യത്തോടാണ് ഈ സംഭവം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലോട്ടൊന്ന് വരാം. അപ്പം നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ച സംഭവിച്ച മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഒരു എയറോപ്ലെയിൻ, അതിൻ്റെ സൗണ്ടാക്കി ഒരു ഹെലികോപ്റ്റർ. ഓക്കെ, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞിരുന്നു RBIയുടെ മോണിറ്ററി പോളിസി 10 മണിക്കുണ്ടാകും, നിങ്ങൾ അതുവരെ ഒന്ന് സംയമനം പാലിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, മാർക്കറ്റ് 23,500 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മിനിമം 15 മുതൽ 30 മിനിറ്റ് വരെ നേരം അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരും എന്ന് കൃത്യമായിട്ട് ഞാൻ വോയിസ് ഇട്ടിരുന്നു. പല പ്രാവശ്യം പറഞ്ഞു, പല പ്രാവശ്യം എൻ്റെ യാത്രക്കിടയിലും ഒക്കെ ഞാൻ മെസ്സേജ് ഇട്ടു ഇല്ലേ. മാർക്കറ്റ് കൃത്യമായി രാവിലെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി തട്ടി 23,500 തട്ടി തിരിച്ചു വന്നു. വീണ്ടും മാർക്കറ്റ് 23,500 പോയി തട്ടി തിരിച്ച് ഒരു റീടെസ്റ്റ് നടത്തി. നോക്കിക്കേ, ഇവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ. 10 മണിക്ക് മാർക്കറ്റ് RBIയുടെ മോണിറ്ററി പോളിസി വന്നു. ഞാൻ പറഞ്ഞു വെറും പോളിഷായിരുന്നു ഇല്ലേ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഉത്തേജകമാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിലില്ലായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസിക്ക് അതില്ലായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ പൊട്ടി. കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും, കൃത്യമായി വന്ന് തട്ടി റിജക്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു മാർക്കറ്റ് നേരെ താഴെ പോയിരുന്നു. താഴെ ഞാൻ പറഞ്ഞു 23,336 നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു സപ്പോർട്ടാണെന്ന് പറഞ്ഞു. 336 വന്ന് തട്ടി വീണ്ടും റിജക്ഷൻ ക്യാൻഡലിൽ വീഡിയോ കണ്ടവർക്കറിയാം, കൃത്യമായി ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് അതേ പോയിന്റ് തന്നെ വന്നു, വീണ്ടും തിരിച്ച് താഴെ വന്നു, വീണ്ടും ഇവിടെയൊക്കെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തവർ ഞാൻ പറഞ്ഞ ഓഡിയോ പ്രകാരം നിങ്ങൾ ട്രേഡ് എടുത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. എന്നും ഞാൻ പറഞ്ഞ് കമൻറ്റും ലൈക്കും ചെയ്യാതെ എന്നും നിങ്ങളതൊരു ഹാബിറ്റാക്കി മാറ്റുക. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ, ഗുണമില്ലെങ്കിൽ ചെയ്യേണ്ട കേട്ടോ.
ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈക്കും കമൻറ്റും ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം അല്ല നേട്ടം അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അഡ്വൈസ് കൊണ്ടോ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റോ ലൈക്കോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി എന്താ സംഭവിക്കും, ഈ ആഴ്ച എന്താ സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ധാരാളം പേര് മെസ്സേജ് അയച്ചു, സാറേ മാർക്കറ്റെല്ലാം പൊട്ടി തകർന്നു, എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ക്യാൻഡിലോട്ട് പോകാം. ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുക, നമ്മളിവിടെ വരച്ചിട്ടൊരു വരയുണ്ട് അല്ലേ, 23,238 എന്ന് പറയുന്ന ഒരു ഡെയിലി ക്യാൻഡിലൊരു വരയുണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതിന് താഴെയായിരിക്കും. ഓക്കെ, ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ 23,000 ഒരു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് നമ്മുടെ മുന്നിൽ 2 ദിവസം ബാക്കിയുണ്ട്. എന്തായാലും നമുക്ക് 23,000 ഒരു വര ഇവിടെ ഇട്ട് വെച്ചേക്കാം. 23,000 ഒരു വര. ഓക്കെ, ഈ 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക, അതോ ഇതിന് താഴെ പോകുന്നുണ്ടോ നോക്കുക. ഇത് താഴെ വരുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ കാണുന്നത് 22,250, അവിടെങ്കിലും വരെ മാർക്കറ്റ് വരത്തില്ല. എന്തായാലും മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ 300 പോയിൻ്റ് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. 300 പോയിൻ്റ് 250-300 പോയിൻ്റ് ഗ്യാപ് ഡൗൺ ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണിക്കുന്നത്. എനിവേ, എന്തായാലും നിങ്ങൾ ഈ 23,000 എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, അല്ലാത്ത സപ്പോർട്ടൊന്നുമില്ല, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, താഴോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും തിരിച്ച് റീബൗണ്ട് ചെയ്ത് ഈ പറയുന്ന 23,238 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേ വൈസിൽ ഈ 23,000 സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. ഈ 23,000 വലിയ ഒരു നിഫ്റ്റിയെ താങ്ങി നിർത്തത്തക്ക രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് 23,000. ഡേ വൈസിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഡേ വൈസിൽ 23,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് കാണാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഒരു വലിയ രീതിയിലൊരു പൊട്ടലിൽ നിന്നുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലില്ല. ഓക്കെ, ഏത് നിമിഷവും മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് അവിടുന്ന് പറന്ന് കയറാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വളരെ കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ വലിയ പൊട്ടലുകളൊന്നും പ്രതീക്ഷിക്കല്ല. അങ്ങനെ വലിയ പൊട്ടൽ വന്നാലും ഈ പറയുന്ന ട്രെൻഡ് ലൈൻ ഇതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഒരു ബോട്ടം എന്ന് പറയുന്നത് 22,250 ഏരിയയിലുള്ള ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ പല പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇത് പല പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വന്നാലും വലിയ പൊട്ടലുകൾ വന്നാലും ആ ഏരിയയിൽ മാത്രമേ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് 23,000 ഡേ വൈസിൽ താങ്ങി നിർത്തുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. നമുക്കിനി ഡെയിലി ഇൻട്രാഡേയിലോട്ട് വരാം. അപ്പം നാളെ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് നിൽക്കുന്നത് 23,000 ഞാൻ വരച്ചിട്ടിട്ടുണ്ട്, പണ്ടേ വരച്ചിട്ടുള്ളതാണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയാൽ 23,210, ഇപ്പോൾ 23,368 മാർക്കറ്റ് നിൽക്കുന്നത്. ഈ പറയുന്ന 210 അല്ലെ 150 ഇൻട്രാഡേ വൈസിലാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന് ഇപ്പോൾ 210 റേഞ്ചിലൊക്കെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ 150 നിങ്ങൾ നോക്കുക. 150 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 23,000 കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗണോടുകൂടെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കി മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗിൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ഓഡിയോ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നോക്കുക എവിടെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, 210 ആണോ 150 ആണോ അതിന് താഴെയാണോ നോക്കി അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ നമുക്ക് നിലവിൽ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അപ്പം ഈ ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ ആ ഡേറ്റ ഒന്ന് എടുത്തു. ഈ ഡേറ്റ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോഴും നോക്കിക്കേ, FIS 92% ഷോർട്ട് സൈഡിലാണ്. ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇല്ലാതെ FIS ഇങ്ങനെ ഷോർട്ട് ഹോൾഡ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഏകദേശം 24,000 മാർക്കറ്റ് 24,000 നിൽക്കുമ്പോഴും 88, 89, 90 ആ റേഞ്ചിലാണ് ഇവരുടെ ഷോർട്ട് സൈഡ്. അവിടുന്ന് ഏകദേശം 1000 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി വീണ് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പം സംജാതമായിരിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ചെയ്തവർക്ക് എക്സിറ്റ് ചെയ്യാൻ ഒരു നല്ലൊരു അവസരമാണ് ഇപ്പം മാർക്കറ്റ്. ഒരു പക്ഷേ തിങ്കളാഴ്ച ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഈ ഷോർട്ട് ചെയ്തവരൊക്കെ എന്ത് ചെയ്യും, ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റ് നാളെ തിങ്കളാഴ്ച ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, 23,210 അല്ലെങ്കിൽ 23,150 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ വരുമ്പം ഷോർട്ട് ചെയ്തേക്കുന്ന പൊസിഷൻസ് വലിയ ടീംസുകൾ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഷോർട്ട് ചെയ്ത സംഭവം എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ, ഇല്ലേ? അവിടെ ഒരു ബൈ ആക്റ്റീവ് ആവാനും മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ, അടിവരയിട്ട് ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ മാർക്കറ്റ് എവിടെ എത്തും, വീണ്ടും 23,336 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മുന്നമേ കൂട്ടി നിങ്ങൾക്കൊരു ഐഡിയ, ഒരു പിക്ചർ തന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കൊരു പ്രിക്കോഷണറി മെഷർ എടുക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി മാത്രം ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഈ 53,000 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ 53,000 പല പ്രാവശ്യം 53,589 എന്ന് പറഞ്ഞ പോയിന്റ് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്താണ്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ നോക്കുക. അടുത്ത സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 73,625 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റിന് താഴെയാണോ മേളിലാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പം ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് തന്നെ ഇറങ്ങി വരും. അതിനുശേഷം തിരിച്ച് നമുക്ക് മോളോട്ടാണെന്നുണ്ടെങ്കിൽ ഈ 73,625 താഴെ, ഇപ്പോൾ ഈ 73,625 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ. മേളോട്ട് ട്രേഡ് 625 മുകളിൽ മാത്രമേ നമുക്ക് മേലോട്ട് ട്രേഡ് ഉള്ളൂ. അപ്പം അത് മേലോട്ട് ട്രേഡ് നോക്കുന്നവർ എപ്പോഴും 625 ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അല്ല ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുക, ഇവിടെ തട്ടിത്തിരിച്ച് വരുമോ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ 625 നോക്കുക, ഈ ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു നോക്കി മാത്രം നിങ്ങൾ നിങ്ങളുടെ സെൻസെക്സിൻ്റെ ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മുടെ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, 14,118. ഈ പറയുന്ന പോലെ തന്നെ നിഫ്റ്റി വീണതുപോലെ തന്നെ മിഡ് ക്യാപ്പ് വീണിട്ടുണ്ട്. ഇതിന് കൂടുതലും ബലം നൽകിയത് നമ്മളുടെ BSE ആണ്. ഞാൻ പറഞ്ഞു ഇന്നലെ BSE കൊടിമരം പോലെ പോകുന്ന സാധനമാണ്. ഈ സാധനം എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. വെള്ളിയാഴ്ച BSE ഏകദേശം 75 പോയിന്റ് പ്ലസ് പോയതാണ്. 75 പോയിന്റ് പ്ലസ്സിൽ പോയത് ഇതാണ്. 25 പോയിന്റ് പ്ലസ്സിൽ പോയിട്ടാണ് അവിടുന്ന് 153 പോയിന്റ് 180 പോയിന്റോളം വീണു. 180 പോയിന്റ്. അപ്പോൾ 180ഉം 75ഉം ഏകദേശം 250 പോയിന്റിൻ്റെ ഫോളാണ്, സ്വിങ്ങാണ്. നമുക്ക് 250 പോയിന്റിൻ്റെ ഫോളാണ് BSE തന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ എവിടെ കണ്ടത്, മിഡ് ക്യാപ്പിലും കണ്ടത്. അതിനോട് നമുക്ക് നോക്കാം. മിഡ് ക്യാപ്പിനകത്തിൽ നമ്മൾ നോക്കിയാൽ BSE കണ്ട 143, ഹീറോ മോട്ടോകോട്ട് 47, ബാക്കിയുള്ളവരെല്ലാം ഏകദേശം ഒരു ന്യൂട്രൽ സ്റ്റേജിലായിരുന്നു. എന്തായാലും ഈ BSE വലിയൊരു ഭീകരനായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ BSEയുടെ മൂവ്മെൻറ്റ് നോക്കി വേണം നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ. കൃത്യമായിട്ട് നമ്മുടെ ഈ 38-37 വന്ന് സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം BSE ഇനി എങ്ങനെ ട്രേഡ് ചെയ്യുന്നത് നോക്കി 4,000-ന് മുകളിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് മൊമെൻ്റ് ഉള്ളൂ BSEക്കകത്തിൽ. ഇല്ലെങ്കിൽ ഈ 38-37 പൊട്ടിയാൽ പിന്നെ സാധനം നേരെ തിരിച്ച് താഴോട്ട് 3,500 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും മൂവ്മെൻറ്റ് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് മിഡ് ക്യാപ്പിനകത്തിൽ ട്രേഡ് ചെയ്യുന്നവർ നമുക്ക് ഉള്ള വരകൾ നിങ്ങൾക്കറിയാം. ഈ പറയുന്ന 14,118, ഓക്കെ, ഈ 14,118ഉം 19,944, ഈ നാളെ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 19,944 സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിന് താഴെ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മേലോട്ട് ട്രേഡ് നോക്കല്. എപ്പോഴും മോളോട്ട് ഒരു CE സൈഡ് നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ 13,944 മുകളിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ്
ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീക്കിലി പറയാനുള്ളത്. ഇനി 2 ദിവസം കൂടെ മുന്നിലുണ്ട്. കാരണം നാളെ ഞാൻ ഫുൾ ബിസി ആയിരിക്കും. എനിക്ക് നാളെ വീഡിയോ ചെയ്യാൻ സമയം കാണത്തില്ല. രാത്രിയായിരിക്കും നാളെ വീട്ടിലെത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഇനിയും നമ്മുടെ മുന്നിൽ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്, 2 രാത്രി ബാക്കിയുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.